ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയെ യേശുവേ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-10 തിരുലിഖിതങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദർശനം വലുതാക്കുക എന്നതിനെക്കുറിച്ചാണ്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 24-ാം തിരുലിഖിതം. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവമായ കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതകളും സാമ്പത്തിക തകർച്ചകളുടെ മേലും വലിയ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കാലങ്ങളെ തടസ്സങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പോവുകയാണ്. ഇത് ദൈവം ഇടപെടാൻ വേണ്ടി നിശ്ചയിച്ച മണിക്കൂറാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് പുഷ്പി തോമസ്, സ്ഥലം ഫോർട്ട് കൊച്ചി. കഴിഞ്ഞ 2011 മെയ് മാസത്തിൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം സ്തുതിപ്പിൻ്റെ സമയം അച്ഛൻ വിളിച്ചു പറഞ്ഞു, പൈൽസിൻ്റെ അസുഖമുള്ള ഒരു മകളെ യേശു സുഖപ്പെടുത്തുന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിലാണ് ആ അത്ഭുതം സംഭവിച്ചത്. 32 വർഷമായി ഞാൻ ഈ അസുഖവുമായി ക്ലേശിക്കുകയായിരുന്നു. കുറേ നാളുകൾ ഞാൻ മരുന്ന് കഴിച്ചു, എന്നാൽ രോഗത്തിന് ഒരു ശമനവും ലഭിച്ചില്ല. പിന്നെ ചികിത്സകളെല്ലാം നിർത്തി വലിയ വിഷമത്തിലും വേദനയിലും കഴിയുകയായിരുന്നു. ഇറച്ചി, ചിലതരം മത്സ്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് 2011 മെയ് മാസത്തിൽ കൺവെൻഷൻ്റെ 2-ാം ദിവസം സ്തുതിപ്പിൻ്റെ സമയത്ത് യേശു പൈൽസ് രോഗമുള്ള മകളെ സുഖപ്പെടുത്തുന്നു എന്ന് അച്ഛൻ സന്ദേശം പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചു. ഞാൻ ധ്യാനം കഴിഞ്ഞ അന്ന് തൊട്ട് പിന്നെ ഇന്ന് വരെ എനിക്ക് അസുഖത്തിൻ്റെ പീഡയുണ്ടായിട്ടില്ല. ഞാൻ ഉപേക്ഷിച്ച എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഞാൻ ധാരാളമായി കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ 32 വർഷങ്ങൾ രോഗത്തിനടിമയായി ക്ലേശിച്ചിരുന്ന അബ്രാഹത്തിൻ്റെ ഒരു പുത്രിയെ കർത്താവ് എങ്ങനെയാണ് അത്ഭുതകരമായി രോഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് ആ വ്യക്തി തന്നെ സ്വന്തം വാക്കുകൾ വിവരിക്കുകയായിരുന്നു. ഈ സമയത്ത് ലോകത്തിൽ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ അവിടെ ഇരുന്ന് യേശുവിൻ്റെ നാമത്തെ വിളിക്കുക.
കർത്താവായ യേശു അത്ഭുതകരമായി സുഖപ്പെടുത്താൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. മനസ്സ് തുറന്ന് എല്ലാവരും യേശുവിനെ ആരാധിക്കട്ടെ. ചെറിയ കുട്ടികൾ കർത്താവിനെ കൈകൾ ഉയർത്തി വിളിക്കട്ടെ. മുതിർന്നവരും കുടുംബം മുഴുവൻ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ സമയത്ത് യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബങ്ങളിലേക്ക്, ഈ ജീവിതങ്ങളിലേക്ക് ഒരു അത്ഭുത ഇടപെടൽ നൽകണമേ കർത്താവേ. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ തടസ്സങ്ങളിലേക്കും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിറയട്ടെ. രോഗങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളിലേക്ക് യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിക്കാൻ കഴിയാത്ത കുട്ടികളുടെ പഠന മേഖലയിലുള്ള തടസ്സങ്ങളിലേക്ക് യേശുവിൻ്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക ചീത്ത കൂട്ടുകെട്ടുകളും അനേക പാപബന്ധനങ്ങൾ നിമിത്തം ജീവിതത്തിൽ തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും യേശുവിൻ്റെ നാമം അയക്കുന്നു. പാപത്തിൻ്റെ കോട്ടകൾ തകരട്ടെ, തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ, തടസ്സങ്ങൾ വിട്ടുപോകട്ടെ, തിന്മകൾ മാറട്ടെ, രോഗപീഠകൾ അഴിഞ്ഞു മാറട്ടെ, വലിയ വിടുതൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ജോലിയില്ലാത്ത ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഇപ്പോൾ ഈ വചനം കേൾക്കാൻ തടസ്സപ്പെടുത്തി സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. ഈ ദൈവവചന ശുശ്രൂഷയിൽ ഓരോ കുടുംബങ്ങളും പങ്കുചേർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും പ്രാപിക്കാൻ തടസ്സമായി സാത്താൻ ഉയർത്തിയിരിക്കുന്ന എല്ലാ തിന്മകളെയും ഉപദ്രവങ്ങളെയും അന്ധകാരപ്പെടങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് ദർശനം വലുതാക്കുക എന്നതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ കാലബിൻ്റെ അനുഭവം, ജോഷുവയുടെയും കാലബിൻ്റെ അനുഭവം എടുത്ത് പഠിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായത്തിലും 14-ാമത്തെ അധ്യായത്തിലും ഈ രംഗങ്ങൾ വിശദമായി വിവരിച്ചിട്ടുണ്ട്. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളിൽ മോശ പ്രവാചകൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തലവന്മാരെ തെരഞ്ഞെടുത്ത് തങ്ങൾ കീഴടക്കാനിരിക്കുന്ന കാനാൻ നാട്ടിലേക്ക് രഹസ്യ നിരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ആ തിരുലിഖിത ഭാഗങ്ങൾ ഇപ്പോൾ ഒന്ന് വായിച്ചു കേൾക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു. അങ്ങനെ ഈ തലവന്മാർ ഇതാ അനേക നാളുകൾ, ഏതാണ്ട് 40 ദിവസങ്ങൾ കാനാൻ നാട്ടിൽ പോയി അവർ രഹസ്യ നിരീക്ഷണം നടത്തി. അവരോട് മോശ പ്രവാചകൻ എന്തെല്ലാം ചെയ്യണമെന്ന നിർദ്ദേശം 13-ാമത്തെ അധ്യായം 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു, നാട് ഏതു വിധമുള്ളതാണ്? അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ? അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ? അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടിയുറപ്പിച്ചതോ? ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ? വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുവിൻ. ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും നിങ്ങൾ കൊണ്ടുവരണം. ആ ദേശത്തെക്കുറിച്ച് വിശദമായൊരു നിരീക്ഷണം നടത്തണം. അവിടെ നല്ല ആളുകളാണോ ചീത്ത ആളുകളാണോ, അവർ ശക്തന്മാരാണോ ബലഹീനന്മാർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് രഹസ്യമായി പഠിച്ചു വരാൻ ഈ നേതാക്കന്മാരെ മോശ പറഞ്ഞയച്ചു. അവർ വലിയ ഉത്സാഹത്തോടെ തങ്ങൾ കീഴടക്കാൻ പോകുന്ന ആ നാട്ടിലേക്ക് ചെന്നു. അവരെല്ലാം രഹസ്യ നിരീക്ഷണം നടത്തി. എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് ആ തലവന്മാരിൽ ബഹുഭൂരിപക്ഷം തലവന്മാരും
മോശയോടും ജനങ്ങളോടും പറഞ്ഞു, അയ്യോ, അങ്ങോട്ട് പോകാൻ പാടില്ല. അവിടെ ചെന്നാൽ അവിടെ നമ്മൾ തകർന്നു പോവുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. കാരണം അവിടെയുള്ളവർ വലിയ മല്ലന്മാരാണ്, വലിയ വലിയ ശക്തിയുള്ളവരാണ്. അനാക്കീമിൻ്റെ മക്കളെ പോലെ ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളെ പോലെയായിരുന്നു. ഇങ്ങനെ ആ ജനങ്ങളെക്കുറിച്ച് വളരെ ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ ഈ നേതാക്കന്മാർ മോശയോടും ജനങ്ങളോടും പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് കാലബ്, ജോഷുവ, അങ്ങനെ രണ്ട് നേതാക്കന്മാർ അവർ വേറിട്ട ഒരു സ്വരം, വേറിട്ടൊരു കാഴ്ചപ്പാട് അവർ പറഞ്ഞു. വളരെ നല്ല നാടാണ്, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്, ദൈവം നമ്മുടെ തന്നു കഴിഞ്ഞു, നമ്മൾ പോയാൽ തീർച്ചയായും നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റും. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 30-31 തിരുലിഖിതങ്ങളിലാണ് നാം ഇത് വായിക്കുന്നത്. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല, അവർ നമ്മേക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാകണം. യോശുവയും കാലബും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും തങ്ങൾ കണ്ട ജനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പർവ്വതീകരിച്ച് പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു, നെഗറ്റീവായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇത് കേട്ട് ജനം ഭയവിഹുലരായി. ബൈബിൾ പഠിപ്പിക്കുകയാണ്, രാത്രി മുഴുവനും അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവർക്ക് തട്ടിയ പേടിക്ക് വല്ല കണക്കുണ്ടോ? ഒരു ജനം, ലക്ഷക്കണക്കിന് വരുന്ന ജനം മുഴുവൻ രാത്രിയിൽ ഉറക്കെ, നേരെ വെളുക്കുന്നത് ഉറക്കെ നിലവിളിക്കുകയാണ്. 14-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. ജനം രാത്രി മുഴുവൻ ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കിരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. ജനത്തിന് വലിയ ഇടർച്ചയുണ്ടായി. 14-ാം അധ്യായത്തിൽ 4-5 തിരുലിഖിതങ്ങൾ. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു തലവനെ തെരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാം. മോശയും അഹ്റോനെയും അവർ തിരസ്കരിക്കാൻ പോവുകയാണ്. ഒരു തലവനെ തെരഞ്ഞെടുത്ത് നമുക്ക് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാം. ജനം, ഒരു വിമത വിഭാഗം ഉണ്ടാകുകയാണ് അവിടെ. അവർ ഒരു തലവൻ്റെ നേതൃത്വം തിരിച്ച് ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി ആലോചന ചെയ്യുകയാണ്. വലിയ കൺഫ്യൂഷൻസ്, വലിയ തരത്തിലുള്ള ടെൻഷൻ, വലിയ തരത്തിലുള്ള അസ്വസ്ഥത ജനത്തിൻ്റെ മേൽ പടർന്നു. ഈ തലവന്മാർ കൊടുത്ത തെറ്റായ ബോധ്യം. ഈ സമയത്ത് കാലബും ജോഷുവയും വീണ്ടും എഴുന്നേറ്റു. അവർ ജനത്തോട് പറയുകയാണ്, 14-ാം അധ്യായത്തിൽ 9-10 തിരുലിഖിതങ്ങൾ. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്, ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ജോഷുവയെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റക്കെട്ടായി പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം സമാഗമ കൂടാരത്തിൻ്റെ മേലുണ്ടായി. നോക്കുക, ആ ജനം മുഴുവൻ അത്രയ്ക്കും ഭയപ്പെട്ടു. പക്ഷേ എന്ത് പ്രതികൂലമാണെങ്കിലും ജോഷുവയും കാലബും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ചൈതന്യമനുസരിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളെ, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ആ സമൂഹത്തിലുണ്ടായി. അങ്ങനെ ആ ജനം മുഴുവൻ അസ്വസ്ഥരായി. എന്തായാലും ബൈബിൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഈ തെറ്റായ ബോധ്യം കൊടുത്ത ആ നേതാക്കന്മാരും അവിടെ കടന്ന് അസ്വസ്ഥരായ ജനങ്ങളും
അവർ ഒരിക്കലും കാനാൻ നാട്ടിൽ പ്രവേശിക്കാൻ ഇടയാകാത്ത വിധം അവരുടെ ശരീരങ്ങൾ തുടർന്ന് മരുഭൂമിയിൽ നിബന്ധിക്കുന്ന ഒരു കാഴ്ച പുറപ്പാടിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്നാൽ ജോഷുവായും കാലബും അംഗീകാരത്തിന് അർഹരായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിന് പ്രതീക്ഷാ നിർഭരമായൊരു പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞ ജോഷുവായുടെയും കാലബിൻ്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരമുണ്ടായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന 20 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഈ ജോഷുവായും കാലബും മാത്രമാണ് ദൈവം കാനാൻ നാട്ടിലേക്ക് ജനത്തെ പ്രവേശിപ്പിച്ചപ്പോൾ കാലുകുത്താൻ ഇടയായത്. ബാക്കി അന്നുണ്ടായിരുന്ന സമൂഹത്തിൽ 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ആ യാത്രക്കിടയിൽ മരുഭൂമിയിൽ വെച്ച് അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിപതിച്ചു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അനേകർ ദുർബലരായി പാപത്തിൽ നശിച്ച് മരുഭൂമിയിൽ അവരുടെ ശവശരീരങ്ങൾ മരുഭൂമിയിൽ നിബന്ധിച്ചപ്പോൾ കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അവനെ ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ കാരണം? സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി എന്നെയും നിങ്ങളെ ദൈവം അയക്കുമ്പോൾ, അയ്യോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അത് തുടങ്ങിയിട്ട് കാര്യമില്ല, അത് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം തോറ്റു പോവുകയുള്ളൂ, ഒന്നും ശരിയാവുകയില്ല, ഒന്നും ഗുണം പിടിക്കത്തില്ല, ഇങ്ങനെ പറയരുത്. ദൈവത്തിൻ്റെ പദ്ധതി അറിഞ്ഞ് ദൈവം തൻ്റെ പദ്ധതി പ്രകാരം വിജയം നൽകുന്ന ബോധ്യപ്പെട്ട് ദൈവം നയിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നാം എഴുന്നേറ്റ് നിൽക്കണം. ദൈവത്തിൻ്റെ നാമത്തിൽ അവിടെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. അവിടെ ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ പ്രതികൂലം കാണുമ്പം, ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണുമ്പം നമ്മൾ അവിടെ ദുർബലരാകരുത്. നാം ഉയർന്ന ദർശനമുള്ളവരായിരിക്കണം. നാം ഈ ഇതുകൊണ്ടൊക്കെ എൻ്റെ ജീവിതം അവസാനിക്കുമായിരിക്കും, ഇത്രയൊക്കെ പറ്റുള്ളൂ, അങ്ങനെ പറയരുത്. ജീവിതത്തിൽ ഉയർന്ന കാഴ്ചപ്പാടുകൾ എനിക്കും നിങ്ങൾക്കും വേണം. ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറയുമ്പോൾ അത് ഉയർന്ന കാഴ്ചപ്പാടിൽ നമ്മൾ കാണണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കണ്ട, അട്ടപ്പാടിയിൽ ശുശ്രൂഷ തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ദൈവവചനം പ്രഘോഷിച്ചപ്പോൾ എൻ്റെ ഇടവകയിലും എനിക്കുണ്ടായിരുന്ന സ്റ്റേഷൻ പള്ളിയിലുമാണ് ഞാൻ ദൈവവചനം പ്രധാനമായി പ്രഘോഷിച്ചത്. അന്ന് എനിക്ക് അത്രമേ കാണാൻ പാടുന്നുണ്ടായിരുന്നു, അത്രയും സ്ഥലത്ത് പ്രഘോഷിച്ചു. അങ്ങനെ അവിടെ ശുശ്രൂഷ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിശാലമായി കണ്ടു. ഞാൻ അട്ടപ്പാടി മുഴുവനും സുവിശേഷം പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ദൈവം അട്ടപ്പാടിയിലുള്ള എല്ലാ പള്ളികളിലേക്ക് അയക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പാലക്കാട് രൂപതയിലുള്ള പള്ളികളെ കുറച്ചും കൂടെ ഉയർന്ന് കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം കുറച്ചും കൂടെ ഉയർന്ന് പാലക്കാട് രൂപതയിലുള്ള എല്ലാ പള്ളികളിലേക്ക് അയക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പാലക്കാട് രൂപതയ്ക്ക് അപ്പുറത്ത് കേരളത്തിലുള്ള മറ്റ് രൂപതകളിലെ ഓരോ പള്ളികളെയും കേരളം മുഴുവനെയും കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് കേരളത്തിലെ അനേക സ്ഥലങ്ങളിലേക്ക്, ഇടവകളിലേക്ക് അയക്കാൻ തുടങ്ങി. പിന്നെ കേരളത്തിനപ്പുറത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചു. ഉടനെ ഇന്ത്യയിലെ പല പട്ടണങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് അപ്പുറത്ത് ലോകം മുഴുവനെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കർത്താവ് ശുശ്രൂഷയ്ക്ക് അയക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുന്നതിനനുസരിച്ചാണ്, നാം ഉയർന്ന് ചിന്തിക്കുന്നതിനനുസരിച്ചാണ് ദൈവം ജീവിതത്തെ അനുഗ്രഹിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ വരെ നിനക്ക് അധീനമാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനും നിങ്ങളും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഉയർന്ന് കാണുന്നതിനനുസരിച്ച് മാത്രമേ ദൈവം നമുക്ക് അഭിവൃദ്ധി നൽകുകയുള്ളൂ. ഇത് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 30-ാം തിരുലിഖിതത്തിലാണ്. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ദൈവം ജനത്തോട് ഇടപെട്ട് ദേശത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ കീഴടക്കുന്നതിനനുസരിച്ച്, നിങ്ങൾ ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് മാത്രമേ ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരികയുള്ളൂ. അത് പുറപ്പാട് 23:30. നീ വർദ്ധിച്ച്
ദേശം കീഴ്പ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നീ ശക്തി പ്രാപിക്കുന്നതനുസരിച്ച്, നീ ഉയർന്നു കാണുന്നതിനനുസരിച്ച്, നിന്റെ ഹൃദയം വിശാലമാകുന്നതനുസരിച്ച് മാത്രമേ ദൈവം നിനക്ക് സാഹചര്യങ്ങളെയും ശക്തികളെയും സംവിധാനങ്ങളെയും കീഴ്പ്പെടുത്തി തരികയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുതായി കാണരുത്. എനിക്ക് ഇത്രയും മതി, ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ പറയരുത്. ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾ ഉയർന്നു കാണണം. ഞാനിങ്ങനെ ഇരുന്നോളാം, ഞാനൊരു പാവപ്പെട്ടതാണ്, ഇത്രയൊക്കെ മതി, അങ്ങനെ പറയരുത്. ദൈവത്തിൻ്റെ പദ്ധതികളൊപ്പം ഉയർന്നു കാണണം, ഉയർന്നു ചിന്തിക്കണം, ഉയർന്നു പ്രാർത്ഥിക്കണം. കാലേബിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. ഉയർന്ന ദർശനങ്ങൾ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ അതിമോഹമല്ല, ദൈവാത്മാവിൻ്റെ പദ്ധതി ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് ദർശനങ്ങൾ ഉയർന്ന് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഈ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമൂഹത്തിൽ ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ കർത്താവേ. കുരുടായിപ്പോയ ചിന്തകളിലേക്ക് ദൈവാത്മാവ് ഇടപെടണമേ. ഓ, ഹൃദയത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി ഇത്രയൊക്കെ ഉള്ളൂ, ഇനി ഒരു ഇഞ്ച് ഞാൻ പൊങ്ങാൻ പോണില്ല, ഇനി ഒരിക്കലും എനിക്ക് ഉയർച്ചയില്ല, അഭിവൃദ്ധിയില്ല എന്ന് ചിന്തിക്കുന്ന മകനോ മകളോ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവെ സ്പർശിക്കണമേ. കുരുടായി പോയ ചിന്തകളെ അവിടുന്ന് ജീവൻ വെപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ ആത്മാവിനനുസരിച്ച് ഉയർന്നു കാണാൻ, അങ്ങനെ ആത്മാവിനോട് കൂടെ ചിന്തിക്കാൻ, അങ്ങനെ ആത്മാവിനോടുകൂടെ പ്രത്യാശ വെക്കാൻ ഈ ദൈവമക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ നിന്ന് നിരാശ വിട്ടുപോകട്ടെ, ഹൃദയങ്ങളിൽ നിന്ന് ഭയത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, ഹൃദയത്തിൽ നിന്ന് ടെൻഷൻ്റെ ചിന്തകൾ അഴിയട്ടെ, ഹൃദയത്തിൽ നിന്ന് വലിയ ഭാരങ്ങൾ വിട്ടുമാറി പോകട്ടെ, ഹൃദയം തുറക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുലിഖിതം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ശക്തി വ്യാപരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി, മകനെ മകളെ, വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പോൾ നീ സഭയോട് ചേർന്ന് യേശുവിനെ വിളിക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികൾ അലറിക്കൊണ്ട് ഓടി മറയുന്ന സമയമാണ്. കൈകൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓ ദൈവമേ, തലമുറകളായി അന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളും പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും അനർത്ഥങ്ങളും അപകടമരണങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. Lord Jesus. എൻ്റെ പേര് ബിനി, ഞാൻ പൊന്നംകോട് നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോന് ബ്ലഡിൽ WBC കൗണ്ട് കൂടുകയും അതിൻ്റെ ഫലമായി രക്തം കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം വിട്ടുമാറാത്ത പനിയും ഫിക്സും എല്ലാം അവന് വന്നിരുന്നു. ഇവൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ചികിത്സയിലായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫിക്സ് വരുന്ന കാരണം EEG ചെയ്യണം, സ്കാനും ചെയ്യണം, പിന്നെ ബ്ലഡിൻ്റെ ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ചാച്ചൻ ഇവിടെ വന്ന് വട്ടായച്ചനെ അന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വട്ടായച്ചനോട് വന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല, ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവൻ്റെ എല്ലാ ടെസ്റ്റും ചെയ്തു, ഒരു കുഴപ്പമില്ല. ആ ഹോസ്പിറ്റലിൽ അന്ന് 8 പേരുടെ EEG സ്കാനും ചെയ്തതിൽ ഇവന് മാത്രം നോർമലായി, ഒരു ടെസ്റ്റിലും ഒരു കംപ്ലൈൻറ്റും ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. ദൈവത്തിന് ഞാൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞിന് ബ്ലഡിൽ WBC കൗണ്ട് കൂടുതലായി
അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് വടാച്ചനെ കണ്ട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത് അനേകം പേര് വന്ന് വചനം വിശ്വസിച്ച് പോയവരെല്ലാം സൗഖ്യം പ്രാപിച്ചതുപോലെ അവർ വിശ്വാസത്തോടെ പോയി. അതേ ദിവസം ബാക്കി 8 കുട്ടികളുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടിയെ മാത്രം കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചിരിക്കുക. കൈകൾ ഉയർത്തി അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ആത്മാവിനാലാണ്